നമസ്കാരം. പ്രധാന വാർത്തകൾ. ആരോഗ്യരംഗത്തെ കാവൽ മാലാഖമാർക്കെതിരെ ഉയർന്നുവരുന്ന ആക്ഷേപങ്ങളും അതിക്രമങ്ങളും ഒരു കാരണവശാലും അനുവദിക്കാനാവില്ലെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എം. ശശി. ആരോഗ്യ പ്രവർത്തകരിൽ ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും ടി.എം. ശശി. വിവിധ മേഖലകളിൽ ലോക നഴ്സസ് ദിനാഘോഷ പരിപാടികൾ. ചിറ്റൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ സേവനങ്ങളുടെ പ്രവർത്തനം തുടങ്ങി. ഇതോടെ പ്രദേശത്തെ രോഗികൾക്ക് സർക്കാർ ആശുപത്രിയിൽ തന്നെ ആധുനിക പരിശോധനാ സൗകര്യങ്ങൾ ലഭ്യമാകും. പുതിയ സംവിധാനങ്ങൾ ആരംഭിച്ചത് സാധാരണക്കാർക്ക് മികച്ച ചികിത്സയും പരിശോധനാ സൗകര്യവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ. ഉപയോഗിച്ച വാഹനങ്ങളുടെ ഓൺലൈൻ വ്യാപാര തട്ടിപ്പ് തടയാൻ നടപടി വേണമെന്ന് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ആവശ്യമുന്നയിച്ചത് അസോസിയേഷൻ പാലക്കാട് താലൂക്ക് ജനറൽ ബോഡി യോഗത്തിൽ. പലതരത്തിലുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടെങ്കിലും ശരിയായ നടപടി ഇല്ലാത്തതിനാൽ തട്ടിപ്പുകാർക്ക് പ്രചോദനമാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ. വേനൽ മഴയും ഇടിമിന്നലും, പലയിടത്തും വ്യാപകമായ നാശനഷ്ടം. വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ 2 വീടുകൾക്ക് കേടുപാടുകൾ. ഇടിമിന്നലേറ്റ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും കേടുപാടുകൾ. വാണിയംകുളം, പനയൂരിലും കനത്ത നാശനഷ്ടം. PV അൻവറിന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് ജില്ലയിലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ. താൻ ഉൾപ്പെടെ പല പ്രവർത്തകരും ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് TMC ജില്ലാ പ്രസിഡന്റായിരുന്ന P. സുന്ദരൻ. PV അൻവർ നിലപാടും ദിശാബോധവും ഇല്ലാത്ത നേതാവാണെന്നും വിമർശനം. വാർത്തകൾ വിശദമായി. ആരോഗ്യരംഗത്തെ കാവൽ മാലാഖമാർക്കെതിരെ ഉയർന്നുവരുന്ന ആക്ഷേപങ്ങളെയും അതിക്രമങ്ങളെയും അനുവദിക്കാനാവില്ലെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എം. ശശി. ആരോഗ്യ പ്രവർത്തകരിൽ ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ലോക നഴ്സസ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ടി.എം. ശശി. ആധുനിക നഴ്സിംഗിൻ്റെ ഉപജ്ഞാതാവ് ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനമായ മെയ് 12 ലോക നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. കഴിഞ്ഞകാല സർക്കാരിൻ്റെ ദിശാബോധത്തോടെയുള്ള ഇടപെടലാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം മികവുറ്റ രീതിയിലേക്ക് മാറാൻ കാരണമെന്നും ടി.എം. ശശി പറഞ്ഞു. ജീവിത രീതിയിലും ഭക്ഷണരീതിയിലും കാലാവസ്ഥാ വ്യതിയാനവും രോഗവ്യാപനം വർദ്ധിപ്പിച്ചു. കോവിഡ്, നിപ്പ തുടങ്ങിയ വൈറസ് ഭീഷണിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ രാപ്പകലില്ലാതെ അധ്വാനിച്ചവരാണ് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ. അപകടത്തിൽപ്പെടുന്നവരെയും അത്യാസന്ന നിലയിൽ കഴിയുന്നവരെയും പരിചരിക്കുന്നവരെ സമൂഹം ചേർത്ത് നിർത്തണമെന്നും ടി.എം. ശശി ആവശ്യപ്പെട്ടു. എല്ലാ അന്താരാഷ്ട്ര വനിതാ ദിനത്തിലും അന്താരാഷ്ട്ര നഴ്സിംഗ് ദിനത്തിലും അവരെ വിളിച്ച് അവരോട് അവരുടെ കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ പറയുക, അവർ ചെയ്യുന്ന വലിയ നല്ല കാര്യങ്ങളെ സംബന്ധിച്ച് ഓർത്തെടുക്കുക. അവരെ ഡെപ്യൂട്ടി പറഞ്ഞതുപോലെ പുതിയ തലമുറയ്ക്ക് നഴ്സിംഗ് രംഗത്തേക്ക് വരുന്നതിന് വേണ്ടി ഇൻസ്പിറേഷൻ കൊടുക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുക. അത്തരം രീതിയിലൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഈ മേഖലയിൽ അനുഭവിക്കുന്ന പരിസ്ഥിതികളെ സംബന്ധിച്ച് പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഒരല്പം ധാരണ ഉള്ള കൂട്ടത്തിലാണ് ഞങ്ങൾ എല്ലാവരും. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ മാന്യമായ രീതിയിൽ വേതനവും അവർക്ക് ജീവിച്ചു പോകാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ പ്രൈവറ്റ് രംഗത്ത് അങ്ങനെയല്ല. നല്ല ബോധ്യമുണ്ട്. നമ്മൾ ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ ഇപ്പൊ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളുടെ പേരൊന്നും പറഞ്ഞ് പോകേണ്ട കാര്യമല്ലല്ലോ. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. യോഗത്തിൽ ഡെപ്യൂട്ടി DMO അനിത അധ്യക്ഷയായി. ADM സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു തോമസ്, വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിൽവരാജ്, നഴ്സിംഗ് ഓഫീസർ C. ലക്ഷ്മി, നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സീന, KM മിനി, K. സുധ, ജെയിംസ് K. എബ്രഹാം, ഡോക്ടർ സിന്ധു സന്തോഷ്, ഡോക്ടർ ഷാഹുൽ അമീദ്, ലിബിൻ P. ചാക്കോ, KGNA ജില്ലാ സെക്രട്ടറി KK ബേബി, MA റൈച്ചാൽ, ബബിത പ്രിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂരിൽ ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലോക നഴ്സസ് ദിനം ആചരിച്ചു. മണ്ണൂർ സർക്കാർ ആശുപത്രിയിലെ നഴ്സ് സാഹിറയെ വൃക്ഷത്തൈകൾ നൽകി ആദരിച്ചു. ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ലോക നഴ്സസ് ദിനം ആചരിച്ചത്. മണ്ണൂർ സ്വദേശിനിയും ജീവകാരുണ്യ പ്രവർത്തകയും സർക്കാർ ആശുപത്രിയിൽ നഴ്സുമായ സാഹിറയെ വൃക്ഷത്തൈകൾ നൽകി ആദരിച്ചു. റിട്ടയർഡ് SI K. സുരേഷ് സാഹിറയ്ക്ക് ഉപഹാരം കൈമാറി. നമ്മുടെ സാഹിറ മേഡത്തെ അതിനെ തെരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷമുണ്ട്. കാരണം
ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സജീവ സാന്നിധ്യം കൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ചും സാമൂഹിക സേവനങ്ങളിലും ഒപ്പം തന്നെ അതിൽ കൂടുതൽ ഉപരിയായിക്കൊണ്ട് ആതുര സേവനത്തിലും ടീച്ചർ നമ്മുടെ സാഹിറ മേഡം വളരെ മുൻപന്തിയിലാണ്. എല്ലാ കാര്യങ്ങളും വിളിച്ചാൽ എപ്പോഴും എത്താറുണ്ട്. ഷംസുദ്ദീൻ മാങ്കുറിശി, അബ്ബാസ് മാസ്റ്റർ, ലീല ബാലകൃഷ്ണൻ, റസാഖ് പത്രിപ്പാല, സാഹിറ എന്നിവർ സംസാരിച്ചു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഇനിയും ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. എൻ്റെ ഈ സന്തോഷം ഞാൻ എൻ്റെ ലോകത്തിലുള്ള എല്ലാ നഴ്സുമാർക്കും എനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച എൻ്റെ ബ്രദറിന് വേണ്ടിയും സമർപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ലോക നഴ്സസ് ദിനാഘോഷം സംഘടിപ്പിച്ചു. കെ പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ നാട് അഭിമാനപൂർവ്വം തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് കേരളം എല്ലാ കാലത്തും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ലോകത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. എന്നാൽ 1820 ക്രിമിയൻ വാറിൽ ആ യുദ്ധത്തിൽ പരുക്ക് പറ്റിയിട്ടുള്ള പട്ടാളക്കാരെയും പടയാളികളെയും ഒക്കെ യഥാസമയം അവർക്ക് ശുശ്രൂഷ നൽകാൻ വളരെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ പിറന്നാളാണ് മെയ് 12 എന്ന് പറയുന്നത്. അവരുടെ പിറന്നാൾ ലോകമാകെയുള്ള നഴ്സുമാർ നഴ്സസ് ഡേ എന്ന നിലയിൽ ആരോഗ്യ പ്രവർത്തകരെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുകയാണ്. ചടങ്ങിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ അധ്യക്ഷയായിരുന്നു. റിട്ടയർഡ് നഴ്സിംഗ് സൂപ്രണ്ട് P കല്യാണിയെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ K രാജേഷ് നഴ്സുമാർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്ഥിരം സമിതി ചെയർമാൻ KK രാമകൃഷ്ണൻ, കൗൺസിലർ TP പ്രദീപ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പത്മനാഭൻ, നഴ്സിംഗ് സൂപ്രണ്ട് C പ്രീത എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചിറ്റൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ സേവനങ്ങൾ ആരംഭിച്ചു. ഇതോടെ പ്രദേശത്തെ രോഗികൾക്ക് സർക്കാർ ആശുപത്രിയിൽ തന്നെ ആധുനിക പരിശോധനാ സൗകര്യങ്ങൾ ലഭ്യമാകും. സ്കാൻ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം നിയുക്ത MLA സുമേഷ് അച്യുതൻ നിർവഹിച്ചു. ചിറ്റൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലാണ് CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ സേവനങ്ങൾ ആരംഭിച്ചത്. ഇതോടെ പ്രദേശത്തെ രോഗികൾക്ക് സർക്കാർ ആശുപത്രിയിൽ തന്നെ ആധുനിക പരിശോധന സൗകര്യങ്ങൾ ലഭ്യമാകും. 18 മുതൽ CT സ്കാൻ സേവനം 24 മണിക്കൂറും പ്രവർത്തിക്കും. അൾട്രാസൗണ്ട് സ്കാൻ സേവനം ആഴ്ചയിൽ 2 ദിവസം ലഭ്യമാക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സ്കാൻ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം നിയുക്ത MLA സുമേഷ് അച്യുതൻ നിർവഹിച്ചു. സാധാരണക്കാർക്ക് മികച്ച ചികിത്സയും പരിശോധനാ സൗകര്യവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംവിധാനങ്ങൾ ആരംഭിച്ചതെന്ന് സുമേഷ് അച്യുതൻ പറഞ്ഞു. സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സാഹചര്യം ഇതോടെ കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാഹുൽ അധ്യക്ഷത വഹിച്ചു. R ബാബു, കൗൺസിലർ സാദിഖ് അലി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉപയോഗിച്ച വാഹനങ്ങളുടെ ഓൺലൈൻ വ്യാപാര തട്ടിപ്പ് തടയാൻ നടപടി വേണമെന്ന് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ. അസോസിയേഷന്റെ പാലക്കാട് താലൂക്ക് ജനറൽ ബോഡി യോഗത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. പലതരത്തിലുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടെങ്കിലും ശരിയായ നടപടി ഇല്ലാത്തതിനാൽ തട്ടിപ്പുകാർക്ക് പ്രചോദനമാണെന്നും യോഗം ആരോപിച്ചു. പലതരത്തിലുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളുണ്ടെങ്കിലും ശരിയായ തരത്തിൽ നടപടിയില്ലാത്തത് തട്ടിപ്പുകാർക്ക് പ്രചോദനമാണെന്നും താലൂക്ക് ജനറൽ ബോഡി യോഗം ആരോപിച്ചു. സ്വതന്ത്ര ഇന്ത്യയ്ക്ക് ശേഷം ജനങ്ങളിൽ നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച ആദ്യകാല വാഹന ഇടനിലക്കാരെ യോഗത്തിൽ ആദരിച്ചു. ആധുനിക യുഗത്തിൽ ഓൺലൈൻ എന്ന സംവിധാനത്തിൽ തൊഴിൽ ഇല്ലാതാകുകയും നിരപരാധികളായ പൊതുജനങ്ങളെ ഓൺലൈനിലൂടെ വഞ്ചിക്കുന്ന രീതിക്ക് മാറ്റം വേണം. കേരളത്തിൽ പുതുതായി രൂപീകൃതമാകുന്ന ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ശക്തമായ നിയമനിർമ്മാണം കൊണ്ടുവരണം. നിരാലംബരായ മുൻകാല വാഹന ഇടനിലക്കാരെയും യുവാക്കന്മാരെയും സംരക്ഷിക്കുവാൻ പ്രത്യേക പാക്കേജ് സർക്കാർ കണ്ടെത്തണമെന്നും പ്രമേയത്തിലൂടെ യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് M മണികണ്ഠൻ ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ സംഘടന വാഹന കച്ചവടക്കാരുടെ ഇടയിൽ വേറൊന്നും ഇല്ലാതെ ഒറ്റൊരു സംഘടനയായി, ഒറ്റ കൂട്ടുകെട്ടായി നമ്മൾ ഒന്നിച്ച് കേരളത്തിൽ ഒട്ടാകെ നിൽക്കണമെന്നുള്ള സ്വന്തം കണ്ട കാര്യങ്ങളിലേക്ക് ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. 17, 18, 19 വർഷത്തിലും ഈ സംഘടനയെ കുറിച്ച് എന്താണ് ആവശ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സംഘടന മെയിനായിട്ടുള്ള ആവശ്യം ഒന്ന്, നമ്മൾ വാഹന കച്ചവടക്കാരായിട്ടുള്ള എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ പറ്റി. ജില്ലാ പ്രസിഡന്റ് K ശിവദാസ് അധ്യക്ഷനായി. സംസ്ഥാന ട്രഷറർ K ശ്രീജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. M ശിവകുമാർ, K വിജയൻ,
ലത്തീഫ് ഹാജി, സി റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഹിഷാം മൈലാടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. MM ഫിറോസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. PV അൻവറിന്റെ നിലപാടിനെതിരെ രൂക്ഷമായി വിമർശിച്ച് പാലക്കാട് ജില്ലയിലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഇനി ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിൽ ചേർന്ന് പ്രവർത്തിക്കും. PV അൻവർ ദിശാബോധവും നിലപാടുമില്ലാത്ത നേതാവാണെന്നും TMC ജില്ലാ പ്രസിഡന്റ് P സുന്ദരൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. NCPയിലെ ഗ്രൂപ്പ് പോരിൽ മനം നൊന്താണ് PV അൻവർ രൂപീകരിച്ച TMCയിൽ ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ സാധാരണ പ്രവർത്തകരെ നിരാശരാക്കുന്ന നയമായിരുന്നു PV അൻവർ സ്വീകരിച്ചത്. നിലപാട് നിരന്തരം മാറ്റുന്ന ആളുമായി സഹകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് P സുന്ദരൻ പറഞ്ഞു. PV അൻവർ ദിശാബോധവും നിലപാടുമില്ലാത്ത നേതാവാണെന്നും P സുന്ദരൻ ആരോപിച്ചു. എല്ലാ ജില്ലകളിലും വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളും പ്രവർത്തകർക്ക് ഒഴിഞ്ഞുപോക്കുണ്ടായി. അതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ അവർക്ക് പറ്റാത്തവരെ മുഴുവൻ പുറത്തു ചാടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഞങ്ങൾ കൂട്ടായി ഞങ്ങളുടെ 4 നിയോജക മണ്ഡലത്തിലെ ഒറ്റപ്പാലം, പട്ടാമ്പി, തൃത്താല, ഷൊർണൂർ പ്രവർത്തകർക്കൊപ്പാടി കൂടി ഞങ്ങളതിൽ നിന്ന് പോരാൻ തീരുമാനിച്ചു. 4 കമ്മിറ്റികളും പിരിച്ചുവിട്ടാണ് 10 കൺവെൻഷൻ നടത്തി. ഇങ്ങനെ കുറച്ച് ദിവസം മുമ്പ് നിന്നപ്പോഴാണ് ശ്രീ PV അൻവറിന്റെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അധികമായിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസം മുമ്പാണ്. അതിൽ സംസ്ഥാന മഹിളാ ഓർഗനൈസറൊക്കെ ആയിരുന്നു ശ്രീമതി. അവരൊക്കെ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പറയുന്നില്ല. അങ്ങനെ PV അൻവറിന്റെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിൽ നമ്മൾ സജീവമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പാലക്കാട് നമ്മൾ കൺവെൻഷൻ നടത്തി. അതിൽ ജില്ലാ പ്രസിഡന്റായി എന്നെ തിരഞ്ഞെടുത്തു. മഹിളാ ഓർഗനൈസറായിട്ട് സ്റ്റേറ്റിൻ്റെ തിരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ഞങ്ങളെല്ലാവരും സജീവമായി നിൽക്കും. അപ്പോഴൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരും എവിടെയും മത്സരിക്കുന്നില്ല, മത്സരിക്കാൻ പാടില്ല ഒക്കെ എടുത്ത് പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കാൻ പറഞ്ഞു. മുഴുവൻ പ്രവർത്തകന്മാർക്കും പിന്നെ ഒന്നിനും കഴിയാതെ നിൽക്കേണ്ട അവസ്ഥ. ഒരു പാവപ്പെട്ട പ്രവർത്തകനാവേണ്ടത് ഒരു ഗ്രാമപഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ്. അതിൽ ഞങ്ങൾ അനുവദിച്ചില്ല. മനുഷ്യമുഖം നഷ്ടമായ CPM-നെതിരെ CPM നേതാക്കൾ തന്നെ രംഗത്തു വരികയാണ്. ഇടതുപക്ഷം രാജ്യത്ത് ഉണ്ടാവണമെന്നും ശരിയായ ഇടതുപക്ഷം DMF ആണെന്നും വിശ്വാസമുണ്ട്. തരൂർ ഒഴികെയുള്ള മുഴുവൻ മണ്ഡലം കമ്മിറ്റികളും പ്രവർത്തകരും DMF-നെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുമെന്നും P സുന്ദരൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ P സുന്ദരനൊപ്പം ഷൈബ മുരളീദാസ്, C ഷംസുദ്ദീൻ, AK സലീം, ഗോപിനാഥൻ, CP രാജ്കുമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത യജ്ഞം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പാതയിലെ മങ്കര ചാത്തിക്കഴായി മേഖലയിലാണ് ശുചീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായത്. മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത നിർവഹിച്ചു. ഓരോ ഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനം നടത്തും. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് KR ഷാജീവ് അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ രാധാകൃഷ്ണൻ, MV കൃഷ്ണദാസ്, ആസിയ, സൈഫുനീസ, സുനീഷ് ഭരതക്കാട്, ശ്രീവത്സൻ, VR രമേശ്, MK ശ്രീജിത, ഉമാദേവി, പ്രേരകന്മാരായ വിനിത, കാഞ്ചന, കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി കണ്ണൻ സ്വാഗതവും ശ്രീരാഗ് നന്ദിയും പറഞ്ഞു. 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ ജനപ്രതിനിധികൾ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പ്രേരകന്മാർ എന്നിവർ പങ്കാളികളാവും. മാലിന്യം തള്ളുന്ന കടകൾക്കെതിരെ അധികൃതർ മുന്നറിയിപ്പും നൽകി വരുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ പരിശോധനയും നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ശക്തമായ ഇടിമിന്നലിനെ തുടർന്ന് വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ വ്യാപകമായ നാശനഷ്ടം. 2 വീടുകളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു. വാർഡ് മെമ്പർ ഫ്രിജോ വടക്കൂട്ട് സ്ഥലം സന്ദർശിച്ചു. ആറ്റത്ര പണിക്കത്ത് വീട്ടിൽ ബിബിത സുനീഷ്, മുരിങ്ങത്തേരി വീട്ടിൽ മണികണ്ഠൻ എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. രാത്രി 9:45 സംഭവം. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു. മെയിൻ സ്വിച്ച്, മീറ്റർ ബോക്സ്, സ്വിച്ച് ബോർഡുകൾ, TV, സെറ്റപ്പ് ബോക്സ് എന്നിവ ഉപയോഗശൂന്യമായി. വീടിന്റെ ഭിത്തികൾക്ക് വിള്ളൽ സംഭവിക്കുകയും തറയിലെ ടൈലുകൾ ഇളകിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. വലിയ ശബ്ദത്തോടെ വീടിനുള്ളിലേക്ക് മിന്നൽ പ്രവേശിച്ച് വീട്ടുകാരെ വലിയ പരിഭ്രാന്തിയിലാക്കി. സംഭവസ്ഥലം വാർഡ് മെമ്പർ ഫ്രിജോ വടുക്കൂട്ട് സന്ദർശിച്ചു. നാശനഷ്ടങ്ങൾ വിലയിരുത്തിയ അദ്ദേഹം വിവരം ബന്ധപ്പെട്ട
റവന്യൂ അധികൃതരെ അറിയിക്കുമെന്നും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും വീട്ടുകാർക്ക് ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശക്തമായ മഴയിലും ഇടിമിന്നലിലും വാണിയംകുളം പനയൂരിലും നാശനഷ്ടം. ഒരു വീട്ടിലെ 2 തെങ്ങുകൾക്ക് തീപിടിച്ചു. കൂടാതെ കുഴൽക്കിണറിലെ മോട്ടോറിനും വീട്ടിനുള്ളിലെ സ്വിച്ച് ബോർഡുകൾക്കും നാശനഷ്ടമുണ്ടായി. തിങ്കളാഴ്ച വൈകിട്ടോടെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് വാണിയംകുളം പനയൂർ തോട്ടപ്പള്ളിയാലിൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ നാശനഷ്ടമുണ്ടായത്. വീടിന്റെ പുറകുവശത്തുള്ള 2 തെങ്ങുകൾക്ക് തീപിടിക്കുകയും തെങ്ങുകളുടെ തലഭാഗം പൊളിയുകയും ചെയ്തിട്ടുണ്ട്. 3/4 മണിക്കൂറോളം നേരം തെങ്ങുകളിൽ നിന്ന് തീ വന്നിരുന്നു. അതേസമയം വീടിന്റെ മുൻഭാഗത്തെ ഇരുമ്പ് തൂണിൽ വളർത്തുനായയെ കെട്ടിയിട്ടിരുന്ന ചങ്ങല ഇടിമിന്നലിൽ കരിഞ്ഞ അവസ്ഥയാണ്. കുഴൽക്കിണറിലെ മോട്ടോറിനും വീടിനുള്ളിൽ വൈദ്യുത ബോർഡിൽ കുത്തിവച്ചിരുന്ന മൊബൈൽ ചാർജറിനും തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഇടിമിന്നലിലാണ് 2 തെങ്ങിന് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. പിന്നീട് നമ്മുടെ നായനെ കെട്ടിയിരുന്ന ചങ്ങല കരിഞ്ഞു പോയി, മോട്ടോർ നഷ്ടപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞ് തെങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു പുറത്തുനിന്ന് മിന്നലേറ്റ് അപ്പുറത്തെ സൈഡിലേക്ക് പൊളിഞ്ഞു പോയി. 2 തെങ്ങ് നിന്ന് കത്തിപ്പോയി. ഈ സമയത്ത് ഉണ്ണികൃഷ്ണന്റെ പ്രായമായ അമ്മയും മകനുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇടിവെട്ടിയ സമയം അവർ പുറത്തില്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാതയിൽ സീബ്ര ലൈൻ മാഞ്ഞു പോയതുമൂലം വാഹനയാത്രക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ കലാമണ്ഡലം മുതൽ ചെറുതുരുത്തി കൊച്ചിൻ പാലം വരെയും ടൗണിലുമാണ് ജനങ്ങൾക്ക് ഇരുദിശയിലേക്കും റോഡ് മുറിച്ചു കടക്കുന്നതിനായി വരച്ച സീബ്ര ലൈൻ മാഞ്ഞുപോയിരിക്കുന്നത്. ഇതുമൂലം പല അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇതേ തുടർന്ന് ഇവിടെ നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ബൈക്കടിച്ച് ഒരു വയോധികൻ മരണപ്പെട്ടിരുന്നു. പകൽ സമയങ്ങളിൽ ആളുകൾ സീബ്ര ലൈൻ കൂടെ പോകുമ്പോൾ ഇരുദിശയിൽ നിന്നും വരുന്ന വാഹനത്തിന് ഇത് സീബ്ര വരയാണോ എന്ന് അറിയാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. സീബ്ര വര കാലപ്പഴക്കത്തെ തുടർന്ന് തെളിഞ്ഞു കാണാത്ത അവസ്ഥയാണുള്ളത്. ഇതേ തുടർന്നാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത്. എന്നാൽ രാത്രികാലങ്ങളിൽ സീബ്രയുടെ 2 ഭാഗങ്ങളിലും ലൈറ്റ് പോലത്തെ റിഫ്ലക്ഷൻ സംവിധാനവും ഇല്ലാത്ത അവസ്ഥയാണ്. ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സീബ്ര ലൈൻ ഉണ്ടെന്നറിയാൻ കഴിയാത്ത സംഭവമാണ്. പകലും രാത്രിയിലും വാഹനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ഇവിടെ സീബ്ര ലൈൻ ഉണ്ടെന്നുള്ള ഒരു സിഗ്നൽ വെക്കുകയോ അല്ലാത്തപക്ഷം സീബ്ര ലൈൻ അടിയന്തരമായി പുതിയ പെയിന്റ് അടിച്ച് ക്ലിയറാക്കുകയോ ചെയ്യണമെന്നാണ് കേരള പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി MM അനീഫ ആവശ്യപ്പെടുന്നത്. സെൻട്രലിലുള്ള സീബ്ര ലൈനില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കുറേ നേരമായി ആളുകൾ കാത്തു നിൽക്കുന്നു, മുറിഞ്ഞു കിടക്കാനായിട്ട് ബുദ്ധിമുട്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും കാണുന്നില്ല. നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ നിലവിൽ ഉള്ളതെല്ലാം മാഞ്ഞു പോയത്. ഇതന്നെ ഇപ്പോൾ വാഹനങ്ങൾ വരികയാണെങ്കിൽ പിന്നെ വാഹനങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒരു ലൈൻ ഉണ്ട് എന്ന് കാണാത്തത് കൊണ്ടാണ് വാഹനങ്ങൾ നിർത്താതെ പോകുന്നത്, സ്ലോ ആക്കാതെ പോകുന്നത്. അപ്പോൾ ആളുകൾ കൂടുതൽ കാത്തു നിൽക്കേണ്ടി വരികയാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അധികാരികളുടെ ഉത്തരവാദിത്വം. അത് ബന്ധപ്പെട്ടവർ ശ്രദ്ധയിൽപ്പെടുത്തി അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് അതിന് ശരിയായ മാർഗം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം തെന്നടി ബസാറിൽ വാടക വീട്ടിൽ 25-കാരിയായ തമിഴ്നാട് സ്വദേശിനിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് സേലം ആത്തൂർ സ്വദേശി മണികണ്ഠൻ റിമാൻഡിൽ. കൃഷ്ണവേണിയെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിനോട് മൊഴി നൽകി. ശനിയാഴ്ച രാത്രി ഇരുവരും മദ്യലഹരിയിലായിരുന്നു. 10ഓളം പേർ താമസിക്കുന്ന തെന്നടി ബസാറിലെ വാടക വീട്ടിൽ അന്ന് മറ്റാരും ഉണ്ടായിരുന്നില്ല. നിരന്തരം മദ്യപിക്കാറുള്ള 37-കാരനായ മണികണ്ഠനും ഭാര്യ 25-കാരിയായ കൃഷ്ണവേണിയും അന്നും മദ്യപിച്ചിരുന്നു. അന്ന് രാത്രിയാണ് തൊട്ടപ്പുറത്തെ മുറിയിലെ താമസക്കാർ എത്തിയപ്പോൾ കൃഷ്ണവേണി തൊട്ടപ്പുറത്തെ മുറിയിൽ ചലനമറ്റ് കിടക്കുന്നത് കാണുന്നത്. സംശയം തോന്നിയ ഉടൻ വീട്ടുടമയെയും തുടർന്ന് പോലീസിനെയും വിവരം അറിയിച്ചു. സംഭവസ്ഥലത്തെത്തിയ പോലീസ് ഭർത്താവ് മണികണ്ഠനെ കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിന് 4-5 ദിവസങ്ങൾക്ക് മുമ്പ് കൃഷ്ണവേണി കയറിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചതായും കയർ പൊട്ടി താഴെ വീണ് രക്ഷപ്പെട്ടതായും മണികണ്ഠൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. കൃഷ്ണവേണിയുടെ കഴുത്തിലെ കയർ കുരുങ്ങിയ പാട് ജീവനെടുക്കാൻ ശ്രമിച്ചതിൻ്റേതാണെന്നും മണികണ്ഠൻ പോലീസിനെ ബോധ്യപ്പെടുത്തിയിരുന്നു. കൊലപാതക കുറ്റം സ്ഥിരീകരിക്കാൻ കഴിയാതായതോടെ കസ്റ്റഡിയിൽ എടുത്ത മണികണ്ഠനെ ചോദ്യം ചെയ്ത ശേഷം പോലീസ് വിട്ടയച്ചിരുന്നു. പിന്നീടാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുമായി പോലീസ് നടത്തിയ ആശയവിനിമയത്തിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് സ്ഥിരീകരണമുണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റിലായ പ്രതിയെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മദ്യപത്തിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂരിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ പ്രദേശത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി പരാതി. ദേശായി ഹോംസിന്റെ കുര്യച്ചിറയിലെ പുതിയ ടവറിന്റെ നിർമ്മാണത്തിനിടെയാണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതെന്നാണ് നാട്ടുകാരുടെ പരാതി.
3 ദിവസങ്ങൾക്ക് മുൻപാണ് സമീപത്തെ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞു താഴ്ന്നത്. ഇതിനു മുൻപ് തന്നെ പ്രദേശത്തെ വീടുകൾ വിണ്ടുകീറി എന്ന പരാതി നാട്ടുകാർ പലതവണ ഉന്നയിച്ചതായും പറയുന്നു. ദേശായി ഹോംസിന്റെ കുരിയച്ചിറയിലെ പുതിയ ടവറിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതു മുതൽ ചെറുതും വലുതുമായ പ്രതിഷേധങ്ങളും പരാതികളും സമീപവാസികൾ ഉന്നയിച്ചിരുന്നു. വീടുകൾക്കുള്ളിൽ പോലും വിള്ളലാണെന്നും എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ വീടുകൾ ഇടിഞ്ഞു താഴാമെന്നും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം പരാതി പറയാൻ കോർപ്പറേഷനിലെത്തിയ നാട്ടുകാരെ കാണാൻ തയ്യാറായില്ലെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. സ്ഥലത്തെത്തിയ LDF കൗൺസിലർമാർ രേഖകൾ പരിശോധിക്കുമെന്ന് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം ദേവി ക്ഷേത്ര മൈതാനിയിൽ മെയ് 17 സൂര്യോഹം 2026 എന്ന പേരിൽ ആത്മീയ ഉത്സവം നടത്തും. 75 വനിതകളുടെ പഞ്ചവാദ്യം, 108 വനിതകളുടെ തിരുവാതിരക്കളി എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 7 മണിക്ക് സൂര്യകാലടി ജയൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് പരിപാടികൾ ആരംഭിക്കുക. മുൻ ഗുരുവായൂർ മേൽശാന്തി തീയന്നൂർ മനക്കൽ പ്രമോദ് നമ്പൂതിരിപ്പാട് സഹകാർമ്മികത്വം വഹിക്കും. 1000-ൽ പരം അമ്മമാരുടെ നാരായണീയ പാരായണം ഉണ്ടായിരിക്കും. 10:30 സൂര്യയോഗി സൂര്യജിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സൂര്യയാഗം ആരംഭിക്കും. ഭാരതത്തിന്റെ വേദ ഇതിഹാസ ചരിത്രത്തിൽ അപൂർവമായി മാത്രം നടത്തപ്പെടുന്ന സവിശേഷ യാഗമാണ് സൂര്യയാഗം. രാഷ്ട്രധർമ്മത്തിനും ലോക സമാധാനത്തിനും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയാണ് സൂര്യയാഗം നടത്തുന്നത്. തുടർന്ന് 75 വനിതകളുടെ പഞ്ചവാദ്യം, 108 വനിതകളുടെ തിരുവാതിരക്കളി എന്നിവ ഉണ്ടായിരിക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാല, നുസ്രത് ജഹാൻ, പാലക്കാട് MP VK ശ്രീകണ്ഠൻ, രവി പണ്ഡിറ്റ് തുടങ്ങിയ മഹാവ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. തുടർന്ന് സൂര്യാജിയുടെ പ്രഭാഷണവും ഉണ്ടായിരിക്കും. ഈ പ്രഭാഷണത്തിൽ സൂര്യയോഗയും അതിൻ്റെ പ്രാധാന്യവും വിശദമായി പ്രതിപാദിക്കും. തുടർന്ന് സൂര്യാജി നയിക്കുന്ന ജ്വാല മ്യൂസിക് ബാൻഡിന്റെ ഭക്തിസാന്ദ്രമായ ഗാനമേളയും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സൂര്യ ഗണപതി ഹോമം വെച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. സൂര്യ ഗണപതി ഹോമം എന്ന ചടങ്ങോടുകൂടിയാണ് തുടങ്ങുന്നത്. തന്ത്രി എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധനായ സൂര്യകാലടി സൂര്യൻ ജയൻ തിരുമേനിയുടെ നേതൃത്വത്തിലും പ്രമോദ് തിരുമേനിയുടെ ലീഡർഷിപ്പിലും ഏകദേശം 30 തിരുമേനിമാരുടെ ലീഡർഷിപ്പിലാണ് ഈ സൂര്യ ഗണപതി ഹോമം നടക്കുന്നത്. ഏകദേശം അത് 10 മണിയോടുകൂടി അവസാനിക്കും. അതിനുശേഷം 186 രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള സൂര്യയോഗയുടെ ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരിക്കുന്ന അപൂർവം ആചാര്യന്മാരിൽ ഒരാളായ സൂര്യാജിയുടെ ലീഡർഷിപ്പിൽ നമ്മുടെ ഇതിഹാസങ്ങളിലും ചരിത്രങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായി കണ്ടുവരുന്ന സൂര്യയോഗയുടെ അധിപൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ സൂര്യയാഗം നടക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ചീഫ് കോർഡിനേറ്റർ പുരുഷോത്തമൻകുട്ടിയിൽ, ഡോക്ടർ രാജേഷ്, സോമസുന്ദരൻ, ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. KSSPU വള്ളത്തോൾ നഗർ യൂണിയന്റെ വനിതാ കൺവെൻഷൻ ചെറുതുരുത്തിയിൽ നടന്നു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വള്ളത്തോൾ നഗർ യൂണിറ്റിന്റെ വനിതാ കൺവെൻഷനാണ് ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ചത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ഈ വനിതാ വിഭാഗത്തിന് സമൂഹത്തിന് വേണ്ടി നമ്മളുടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി സംഭാവന ചെയ്തു കഴിഞ്ഞവരാണ്. ഇനിയും നിങ്ങളുടെ അറിവും അനുഭവവും നിങ്ങളുടെ കഴിവും എല്ലാം ഇനിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് P. ബേബി അധ്യക്ഷയായിരുന്നു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം K. രമണി മുഖ്യപ്രഭാഷണം നടത്തി. ബുഷ്ര യൂസഫ്, PS. സൽമ, M. കല്യാണിക്കുട്ടി, SM. ജാഫർ, KN. ലത, KT. രാമേന്ദ്രൻ, P. പരമേശ്വരൻ, TU. പ്രസന്ന, MK. അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. K. സുരേന്ദ്രൻ സ്വാഗതവും NK. ഗിരിജ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹി വനിതാ കൺവീനറായി KT. സരളദേവിയെയും ജോയിന്റ് കൺവീനറായി TV. ജ്യോതിലക്ഷ്മിയെയും അടങ്ങുന്ന 10 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മകളുടെ വിവാഹത്തിനായി ചാരിറ്റിയിലൂടെ ലഭിച്ച കോടികൾ തട്ടിയെടുത്ത വ്യക്തി വധഭീഷണി മുഴക്കുന്നതായി യുവതിയുടെ ആരോപണം. പട്ടാമ്പി പെരുമുടിയൂർ സ്വദേശിനി റഹീനയാണ് നെല്ലയ സ്വദേശി ഷാജഹാൻ ബാബുവിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. പോലീസിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും തനിക്ക് നീതി ലഭിച്ചില്ലെന്നും റഹീന പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തീരെ ദാരിദ്ര്യാവസ്ഥയിൽ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന റഹീനയുടെ വിവാഹത്തിനായി ഫാറൂഖ് ചെർപ്പളശ്ശേരിയാണ് 2013 സുമനസുകളെ സഹായം തേടി ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടത്.
ലൈവിട്ട് 3 ദിവസത്തിനകം തന്നെ 2,11,54,614 രൂപ അക്കൗണ്ടിലെത്തിയിരുന്നു. 3 ദിവസം കൊണ്ട് അക്കൗണ്ടിൽ ഭീമമായ തുക വന്നതിനെ തുടർന്ന് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരുന്നു. ഇത് ശരിയാക്കി തരാമെന്നറിയിച്ചാണ് ഷാജഹാൻ ബാബു തന്നെ വന്ന് കണ്ടതെന്നും പെരുമുടിയൂർ സ്വദേശിനി റഹീന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അക്കൗണ്ട് ഫ്രീസിംഗ് ഒഴിവാക്കി തന്ന ഷാജഹാൻ ബാബു 20 ലക്ഷം പണമായും 20 ലക്ഷത്തിന്റെ വീടും വാങ്ങിത്തന്നതിന് ശേഷം അവശേഷിക്കുന്ന തുക തട്ടിയെടുക്കുകയായിരുന്നുവെന്നും റഹീന പറഞ്ഞു. തന്നെ ഭീഷണിപ്പെടുത്തി നിരവധി പേപ്പറുകളിൽ ഒപ്പിട്ടു വാങ്ങിയ ഷാജഹാൻ മർദ്ദിക്കാൻ തുനിയുകയും വധഭീഷണി വരെ തുടരുകയും ചെയ്യുകയാണെന്നും റഹീന പറഞ്ഞു. നീതി ലഭിക്കാനായി മുഖ്യമന്ത്രിക്കും പോലീസ് അധികാരികൾക്കും പരാതി നൽകിയെങ്കിലും നീതി ലഭിച്ചില്ലെന്നും റഹീന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വീടടക്കം നിന്റെ മക്കളെ കൊണ്ട് ഞാൻ പേപ്പർ ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഇരിക്കുന്ന വീട് പോലും കിട്ടില്ല. നീ നടു തെരുവിട്ട് നിർത്തും. നിന്റെ ഞാൻ അങ്ങനെ ആക്കുന്നുണ്ട്. എന്നെ പല പ്രശ്നമാണ്. എന്നെ ജീവിക്കില്ല. ഞാൻ സ്കൂട്ടിങ്ങാണ് വണ്ടിക്ക് പോയത്. എന്റെ വണ്ടിയിൽ പോകുമ്പോൾ എന്നെ തട്ടും, എന്നെ കൊല്ലും, എന്നെ എന്റെ മക്കളെയും ഉപദ്രവിക്കും, കൊല്ലുന്നു കൊണ്ട് അവൻ ഭയങ്കര ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് നിങ്ങൾ എന്നെ എല്ലാവരും സഹായം ചെയ്യണം. എനിക്ക് ഇറങ്ങപ്പെട്ട പൈസ അവർക്ക് തിന്ന് അവൻ എന്റെ വട്ടിക്ക് പലിശക്ക് എല്ലാവർക്കും പലിശക്ക് കൊടുത്തപ്പോ പലിശ തിന്നുകൊണ്ടിരിക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള കണ്ണിയാർകളി ആർട്സ് ആൻഡ് പ്രൊമോഷൻ കൗൺസിലിന്റെ 30ാം വാർഷിക കണ്ണിയാർകളി സംഗമം ദേശപ്പെരുമ മെയ് 15-16 തീയതികളിൽ ആലത്തൂർ കാട്ടുശ്ശേരിയിൽ നടക്കും. 30 ദേശങ്ങളിൽ നിന്നായി 30-ലധികം പൊറാട്ടുകൾ 2 രാത്രികളിലായി അവതരിപ്പിക്കുമെന്ന് സംഘാടകർ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിൽ അവതരിപ്പിച്ചു വരുന്ന പാരമ്പര്യ കലാരൂപമാണ് കണ്ണിയാർകളി. പ്രത്യേക രാഗതാളങ്ങൾ കലർന്ന പാട്ടിന്റെ താളത്തിനനുസരിച്ച് ചടുലമായ ചുവടുകൾ വയ്ക്കുന്നതാണ് കണ്ണിയാർകളി. മലയൻ, ചക്കിലിയൻ, ചെറുമി, കുറുവൻ, കുറത്തി തുടങ്ങിയ പൊറാട്ടുകളും ഒറ്റപ്പൊറാട്ടുകളും കണ്ണിയാർകളിയുടെ പ്രത്യേകതയാണ്. പെൺവേഷങ്ങൾ കെട്ടി ആണുങ്ങൾ തന്നെ കളി അവതരിപ്പിക്കും. ലിഖിതമായ ചരിത്രം ലഭ്യമല്ലെങ്കിലും മൂപ്പിൽ നായരുടെ കാലം തൊട്ട് കണ്ണിയാർകളിയുടെ ചരിത്രം വാമൊഴിയായി പകർന്ന് കിട്ടിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ട്രഡീഷണൽ ആയിട്ടുള്ള ചടങ്ങുകളോടുകൂടി കളി അരങ്ങേറുകയാണ്. രാത്രി മുഴുവൻ ഈ കളികൾ നടന്നുകൊണ്ടേയിരിക്കും. നേരം പുലരുന്നവരെ. അതുപോലെ നെക്സ്റ്റ് ഡേ 16-ാം തീയതി. അപ്പോൾ കാലത്ത് പതാക ഉയർത്തലോടുകൂടി ഞങ്ങളുടെ ക്ഷേത്രത്തിൽ നിന്ന് KKPC ഞങ്ങൾക്ക് കൈമാറിയ പരശ്ശേരയിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ കണ്ണിയാർകളി മേള. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ CA നായർ, ജനറൽ കൺവീനർ ശശികുമാർ, ട്രഷറർ സേതുമാധവൻ, ഗുരുവായൂരപ്പൻ, ശ്രീറാം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രണ്ടാമത് പാലക്കാട് എലപ്പുള്ളി ഫെസ്റ്റ് മെയ് 14 മുതൽ 20 വരെ നടക്കും. പ്രശസ്ത ഡ്രമിസ്റ്റ് ശിവമണി, സംഗീത സംവിധായകൻ പ്രകാശ് ഉള്ളേരി, ചെണ്ടവിദ്വാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഫെസ്റ്റിന്റെ ഭാഗമാകുമെന്ന് സംഘാടകർ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രശസ്ത ഡ്രമിസ്റ്റ് ശിവമണി, സംഗീത സംവിധായകൻ പ്രകാശ് ഉള്ളേരി, ചെണ്ടവിദ്വാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി തുടങ്ങിയവർ ഫെസ്റ്റിന്റെ ഭാഗമാവുമെന്നും ചെയർമാൻ S. സുഭാഷ് ചന്ദ്രബോസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാടൻപാട്ട്, സംഗീതനിശ, ഫ്യൂഷൻ, ക്ഷേത്രകല, നൃത്തസന്ധ്യ, കോമഡി സ്കിറ്റ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് എലപ്പുള്ളി ഫെസ്റ്റ് സംഘടിപ്പിക്കുക. കേരളത്തിലെ പ്രശസ്ത നൃത്ത ഗ്രൂപ്പുകളും നാടക ട്രൂപ്പുകളും ഫെസ്റ്റിന്റെ ഭാഗമാകും. പാസ് മൂലവും പരസ്യത്തിലൂടെയുമുള്ള വരുമാനവുമാണ് ഫെസ്റ്റ് നടത്തിപ്പിനായി പ്രതീക്ഷിക്കുന്നതെന്നും സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു. ഇത്തവണ കായിക മത്സരങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നില്ല. കഴിഞ്ഞ തവണ എല്ലാ ദിവസങ്ങളിലും കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇത്തവണ അത് ഒഴിവാക്കി 7 ദിവസക്കാലം കലാപരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ പ്രോഗ്രാം ചാർട്ട് നിങ്ങളുടെ കയ്യിൽ ഇതിനകം എത്തിയിട്ടുണ്ടെങ്കിലും മെയ് 14 ഗൗരി ലക്ഷ്മി അവതരിപ്പിക്കുന്ന മെഗാ നൈറ്റ്, മ്യൂസിക് നൈറ്റ്, 15 പ്രശസ്ത സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ ടീം അവതരിപ്പിക്കുന്ന നാടകം. വാർത്താ സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രനൊപ്പം എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് C. ബിജു, സഹകരണ ബാങ്ക് പ്രസിഡന്റ് PS. രാജീവ്, കൺവീനർ മിഥുൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് മുട്ടിക്കുളങ്ങര ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവം ആഘോഷിച്ചു. നിരവധി ഭക്തജനങ്ങൾ മഹോത്സവത്തിൽ പങ്കെടുത്തു. മുട്ടിക്കുളങ്ങര മാരിയമ്മൻ ക്ഷേത്രത്തിൽ ഞായറാഴ്ച തുടങ്ങിവെച്ച പൂജാ മഹോത്സവത്തിനാണ് ചൊവ്വാഴ്ച സമാപനമായത്.
സമാപന ദിവസവും വിശേഷാൽ പൂജകളും വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. മൂന്ന് ദിവസങ്ങളായി നടന്ന മഹോത്സവത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റുലി ഈ സീസണിലെ IPL മത്സരങ്ങൾ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. പോയിന്റ് പട്ടികയിലെ ആദ്യ 4 സ്ഥാനക്കാർ ബംഗളൂരും, ഹൈദരാബാദ്, ഗുജറാത്ത്, പഞ്ചാബ് എന്നീ ടീമുകളാണ്. ഈ സീസണിലെ IPL കപ്പ് ആര് നേടാനാണ് സാധ്യത? പ്രതികരണങ്ങളിലേക്ക്. പഞ്ചാബ് ഒരു തവണ ഫൈനലിൽ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പത്തെ നിലവാരം വെച്ച് പഞ്ചാബിന് കൊടുക്കണമെന്നാണ് എന്റെ നിയമപരമായ അഭിപ്രായം. ബാംഗ്ലൂർ എല്ലാ ഫീൽഡിങ്ങും ബാറ്റിങ്ങും എല്ലാം കൊണ്ടും നല്ല ടീമാണ്. അതന്നെ നമ്മുടെ അഭിപ്രായം. മാറ്റുലി പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യരംഗത്തെ കാവൽ മാലാഖമാർക്കെതിരെ ഉയർന്നുവരുന്ന ആക്ഷേപങ്ങളും അതിക്രമങ്ങളും ഒരു കാരണവശാലും അനുവദിക്കാനാവില്ലെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി. ആരോഗ്യ പ്രവർത്തകരിൽ ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും TM ശശി. വിവിധ മേഖലകളിൽ ലോക നഴ്സസ് ദിനാഘോഷ പരിപാടികൾ. ചിറ്റൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ സേവനങ്ങളുടെ പ്രവർത്തനം തുടങ്ങി. ഇതോടെ പ്രദേശത്തെ രോഗികൾക്ക് സർക്കാർ ആശുപത്രിയിൽ തന്നെ ആധുനിക പരിശോധനാ സൗകര്യങ്ങൾ ലഭ്യമാകും. പുതിയ സംവിധാനങ്ങൾ ആരംഭിച്ചത് സാധാരണക്കാർക്ക് മികച്ച ചികിത്സയും പരിശോധനാ സൗകര്യവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ. ഉപയോഗിച്ച വാഹനങ്ങളുടെ ഓൺലൈൻ വ്യാപാര തട്ടിപ്പ് തടയാൻ നടപടി വേണമെന്ന് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ. ആവശ്യമുന്നയിച്ചത് അസോസിയേഷൻ പാലക്കാട് താലൂക്ക് ജനറൽ ബോഡി യോഗത്തിൽ. പലതരത്തിലുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടെങ്കിലും ശരിയായ നടപടി ഇല്ലാത്തതിനാൽ തട്ടിപ്പുകാർക്ക് പ്രചോദനമാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ. വേനൽ മഴയും ഇടിമിന്നലും, പലയിടത്തും വ്യാപകമായ നാശനഷ്ടം. വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ 2 വീടുകൾക്ക് കേടുപാടുകൾ. ഇടിമിന്നലേറ്റ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും കേടുപാടുകൾ. വാണിയംകുളം, പനയൂരിലും കനത്ത നാശനഷ്ടം. PV അൻവറിന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് ജില്ലയിലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ. താൻ ഉൾപ്പെടെ പല പ്രവർത്തകരും ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് TMC ജില്ലാ പ്രസിഡന്റായിരുന്ന P സുന്ദരൻ. PV അൻവർ നിലപാടും ദിശാബോധവും ഇല്ലാത്ത നേതാവാണെന്നും വിമർശനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.